ഇതര രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വെള്ളവും വളവുമായി ലോകമാകെ അശാന്തി വിതക്കുകയാണ് അമേരിക്ക. US പ്രസിഡന്റ് പദവിയിൽ ഡൊണാൾഡ് ട്രംപ് ആയതോടെ അമേരിക്കയുടെ ലോക പോലീസ് വേഷം കെട്ടൽ എല്ലാ സീമകളും ലംഘിക്കപ്പെടുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ നടപടികൾ പശ്ചിമേഷ്യക്കാകെ തീകൊളുത്തുകയാണെന്ന് പറയുന്നവർ ഏറെ. ഇനിയൊരു യുദ്ധം ലോകത്തിന് താങ്ങാൻ കഴിയില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യത്തിനു വേണ്ടി ഇനി എത്ര ജീവൻ എടുക്കേണ്ടി വരും? എന്നു തീരും ഈ രക്തദാഹം? ലോകമാകെ ചോദിക്കുന്നത് ഇത് മാത്രമാണ്. നിലവിൽ പശ്ചിമേഷ്യയിലെ സുപ്രധാന US വ്യോമതാവളങ്ങളിൽ നിന്ന് സൈനികരെ പിൻവലിക്കുകയാണ്. മുൻകരുതലുകളുടെ ഭാഗമായാണ് സൈനിക പിന്മാറ്റമെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി. ഇറാനിൽ US ആക്രമണം ഉണ്ടാകുന്ന പക്ഷം അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയ മുന്നറിയിപ്പിന് സമാനമായി സൗദി അറേബ്യ, UAE, തുർക്കിയ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നാലെയാണ് മേഖലയിലെ വ്യോമതാവളങ്ങളിൽ നിന്ന് സൈനികരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത്. പശ്ചിമേഷ്യയിലെ US-ന്റെ ഏറ്റവും വലിയ സൈനികാസ്ഥാനം ഖത്തറിലെ അൽ ഉദൈദാണ്. 10,000-ഓളം സൈനികരുള്ള മേഖലയിൽ ഏറ്റവും വലിയ US താവളമാണ് ഉദൈദ്. കഴിഞ്ഞ വർഷം ഇറാൻ ആക്രമണത്തിന് മുമ്പും ഇവിടെ നിന്ന് സൈനികരെ വൻതോതിൽ മാറ്റിയിരുന്നു. ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഉദൈദിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു. US ഇറാൻ ആക്രമിച്ചേക്കുമെന്ന ആശങ്ക മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ US ഇടപെടൽ അംഗീകരിക്കാനാകില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉടൻ ആക്രമിക്കാനുള്ള ട്രംപ് ഭരണകൂട നീക്കം തൽക്കാലം നിർത്തിവെക്കണമെന്ന് അറബ് രാജ്യങ്ങളും US-നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടെ അമേരിക്ക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുമായി ഇറാൻ രംഗത്ത്. സംഘർഷം രൂക്ഷമായ ഇറാനിൽ പ്രതിഷേധക്കാരുടെ അതിവേഗ വിചാരണയും വധശിക്ഷയും രാജ്യം നടപ്പാക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി ഫോക്സ് ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അഗ്രാച്ചി അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇറാൻ മുന്നറിയിപ്പില്ലാതെ വാണിജ്യ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. വ്യോമപാത അടച്ചിട്ട നടപടിയിൽ രാജ്യം വിശദീകരണം നൽകിയിട്ടില്ല. നിയന്ത്രണങ്ങളെ തുടർന്ന് ഇറാന്റെ വ്യോമപാതയിലൂടെ സഞ്ചരിക്കുന്ന എയർ ഇന്ത്യ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുമെന്നും വിമാനങ്ങൾ വൈകാൻ സാധ്യത ഉണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ കടുപ്പിക്കുകയാണ് അമേരിക്ക. 75 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ വിസാപേക്ഷകൾ പരിഗണിക്കുന്നത് നിർത്തിവെച്ചു. എല്ലാ മേഖലയിലും അശാന്തി വിതക്കുകയാണ് ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ.